ഓക്കെ, സോ 15,000 രൂപയുടെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെയുള്ള കമന്റ് സെക്ഷനിൽ ഒരുപാട് പേര് 20,000 റുപ്പീസിന്റെ താഴെയുള്ള ദി ബെസ്റ്റ് ഫോൺസിന്റെ വീഡിയോ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ചോദിച്ചാൽ എനിക്ക് തരാതിരിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ വീഡിയോയിൽ ഞാൻ മറ്റൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ റിയൽമി P1 5G അൺബോക്സിംഗ് റിവ്യൂ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് ആ ഒരു ബോക്സ്. ഞാൻ കുറച്ച് ഉപയോഗിക്കട്ടെ, അതിനുശേഷം ഇൻ ഡെപ്ത് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തുതരാം. ഇന്നത്തെ വീഡിയോയിൽ ബെസ്റ്റ് ഫോൺസ് 20,000 ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗോ. ഫസ്റ്റ് ഫോണാണ് മോട്ടറോള എന്ന ബ്രാൻഡിന്റെ മോട്ടോ G84 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 30 വാട്ടിന്റെ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇസ് വെരി നൈസ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 സിം അല്ലെങ്കിൽ ഒരു സിം ആൻഡ് ഒരു മൈക്രോ SD കാർഡ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മോട്ടോറോള ഫോൺസിൽ വരുന്ന മോട്ടോ സെക്യൂർ ഫോൾഡർ, ഫാമിലി സ്പേസ് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഒരു പാൻറ്റോൺ റെഡ് കളർ ഓപ്ഷനിലും വരുന്നുണ്ട്. വീഗൻ ലെതർ ബാക്ക് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് നൈസ്. ചെറിയൊരു പ്രീമിയം ഫീൽ കിട്ടും. ഫോൺ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 695 ചിപ്സെറ്റ് ആയതുകൊണ്ട് 4K റെക്കോർഡിംഗ് ആണെങ്കിലും 4K പ്ലേ ബാക്ക് ആണെങ്കിലും രണ്ടും നടക്കൂല. ഓക്കെ, ബാക്കി നോർമൽ യൂസിന് വേണ്ടി ഓക്കെ നോർമൽ യൂസ് ഒക്കെ ചെയ്യാൻ പറ്റും. ബേസിക് ഗെയിമിംഗ് 40 FPS ഗെയിമിംഗ് ഇങ്ങനെ ബോർ അടിക്കുമ്പോൾ ഗെയിമിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ വലിയ പ്രോബ്ലം ഒന്നും ഇല്ല. പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ഫോൺ ആയതുകൊണ്ട് Android 13 ആണ് വരുന്നത്. പ്ലസ് അതിന്റെ കൂടെ മോട്ടറോള ഒരു വർഷത്തേക്കുള്ള അപ്ഡേറ്റ് മാത്രമേ പ്രോമിസ് ചെയ്തിട്ടുള്ളൂ. Android 14 വരെ കിട്ടുള്ളൂ. ഓക്കെ, NFC സപ്പോർട്ട് ഉണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ടാപ്പ് ആൻഡ് പേ ഒക്കെ ചെയ്യാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഫോൺ 12 GB 256 GB റാം സ്റ്റോറേജ് വേരിയന്റിലാണ് വരുന്നത്. സോ നിങ്ങൾക്ക് 20,000 റുപ്പീസിന്റെ താഴെ 12 GB ആൻഡ് 256 GB കിട്ടും. പ്രൈസ് ആണ് 17,999 രൂപ. ഫ്ലിപ്കാർട്ടിലാണ് കിട്ടുന്നത്. സോ മോട്ടറോള ഫോൺസിന്റെ മെയിൻ സംഭവം തന്നെയാണ്, അതായത് ക്ലീൻ സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, ക്ലോസ് സ്റ്റോക്ക് ആൻഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്നാൽ ഫീച്ചേഴ്സ് ഒക്കെ കാണും. ഒരു ഓൾറൗണ്ട് ഫോൺ എന്നൊക്കെ പറയാൻ പറ്റും. നോർമൽ യൂസ് ആണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ ഒരു ഓൾറൗണ്ട് യൂസിന് വേണ്ടി നല്ലൊരു ഫോണാണ് മോട്ടോ G84. നെക്സ്റ്റ് ആണ് നമ്മുടെ സ്വന്തം ഇന്ത്യൻ കമ്പനിയായ ലാവയുടെ ബ്ലേസ് കർവ് 5G എന്ന ഫോണാണ്. 120 ഹെർട്സിന്റെ 6.67 ഇഞ്ച് AMOLED ഡിസ്പ്ലേ, മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 7050 ചിപ്സെറ്റ്, 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ചാർജിങ്ങിന്റെ സപ്പോർട്ടും കാര്യങ്ങളും തന്നിട്ടുണ്ട്. എനിവേ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. ഓക്കെ, സോ ഫ്ലാറ്റ് അല്ല, കർവ്ഡ് ആണ്. സോ നിങ്ങൾക്ക് ഈ പ്രൈസ് പോയിന്റിൽ കർവ്ഡ് ഡിസ്പ്ലേ വേണമെങ്കിൽ ഈ ഒരു ഫോൺ നോക്കാം. SD കാർഡിന് വേണ്ടിയുള്ള സ്ലോട്ട് കൊടുത്തിട്ടില്ല. സോ നിങ്ങൾക്ക് 2 നാനോ സിം ഇടാൻ പറ്റും, അത്രേ ഉള്ളൂ. പ്ലസ് ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ടായിരുന്നു. എനിവേ ബോക്സിൽ നമ്മുടെ ആ ഒരു കൺവേർട്ടർ ഉണ്ടല്ലോ, Type C to ഹെഡ്ഫോൺ ജാക്ക് 3.5mm അത് വരുന്നുണ്ട്. പക്ഷേ ഫോണിൽ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. Android 13 ആണ്. എന്നാൽ ക്ലീൻ എക്സ്പീരിയൻസ് ആണ്. ലാവയുടെ ഏത് പ്രൈസിലുള്ള ഫോൺ ആണെങ്കിലും അതിൽ ക്ലീൻ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ബ്ലോട്ട്വെയർസും ഈ ആഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ദാറ്റ് ഈസ് നൈസ്. സോ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ ഫോൺ വേണം, പ്ലസ് കർവ് ഡിസ്പ്ലേ ഒക്കെ വേണമെങ്കിൽ നോക്കാം. 8 GB 128 GB പ്രൈസ് ആണ്, 17,999 രൂപ. ഇത് ആമസോണിലാണ് അവൈലബിൾ. ഓക്കെ, ഞാൻ ഈ വെബ്സൈറ്റിന്റെ പേരെടുത്ത് പറയാനുള്ള കാരണമുണ്ട്. കാരണം പല ഫോണും ആമസോൺ സ്പെസിഫിക് ഫോൺ ആണെങ്കിൽ ഫ്ലിപ്കാർട്ടിലും കാണും, പക്ഷെ അവിടെ പ്രൈസ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സെല്ലർ ഫേക്ക് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത്. ഓക്കെ, അവൈലബിൾ ഓൺ ആമസോൺ ആണ്. നെക്സ്റ്റ് ഫോണാണ് റിയൽമിയുടെ ഇറങ്ങിയ റിയൽമി 12+. നല്ല ഫോണാണ്, ഒരു ഓൾറൗണ്ട് അത്യാവശ്യം നല്ല പാക്കേജ് ആണ്. ഓക്കെ, റിയൽമി 12+, 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ, മീഡിയാടെക് ഡയമൻസിറ്റി 7050 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട്. ഇതിലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ വീഗൻ ലെതർ ഫിനിഷ് ഉണ്ട്. സോ നിങ്ങൾക്ക് വീഗൻ ലെതർ ഫിനിഷ് ഇഷ്ടമാണെങ്കിൽ ഈ ഫോണിന്റെ ഫിനിഷ് ഇഷ്ടപ്പെടും. പിന്നെ ആ ഒരു റൗണ്ട് ക്യാമറ മോഡൽ ഉണ്ടല്ലോ, ഇപ്പൊ അത് ചെയ്ത് ബോറിംഗ് ആയി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ റിയൽമിയുടെ മിക്ക എല്ലാ ഫോണിലും ആ ഒരു റൗണ്ട് ക്യാമറ മോഡലാണ് വരുന്നത്. ഇവിടെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസ്പ്ലേ നൈസ് ആണ്, AMOLED ഡിസ്പ്ലേ ആണ്. പക്ഷേ ചിന്നുണ്ടല്ലോ, ചിൻ അത്യാവശ്യമുണ്ട്. കാരണം ഞാൻ ഇനി മെൻഷൻ ചെയ്യാൻ പോകുന്ന ചില ഫോൺസിൽ വളരെ ബ്യൂട്ടിഫുൾ ബെസ്റ്റ്ലെസ് ഡിസ്പ്ലേ വരുന്നുണ്ട്. ബ്ലോട്ട്വെയർസ്, ആഡ്സ് ഇതൊക്കെ കാണും, എടുത്ത് ഡിലീറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ BGMIയിൽ 60 FPS ഗെയിം പ്ലേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങളൊരു BGMI പ്ലെയർ ഒക്കെ ആണെങ്കിൽ ആ 60 FPS ഇവിടെ കളിക്കാൻ പറ്റും. പിന്നെ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏകദേശം 48-50 മിനിറ്റിൽ ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നൈസ്, ഒരു ഓൾറൗണ്ട് ഗുഡ് പാക്കേജ് ആണ് റിയൽമി 12+. 8 GB 128 GB പ്രൈസ് ആണ്, 20,999 രൂപ. 1000 രൂപയുടെ ഓഫ് അവിടെ ഇവിടെ ഈവൻ റിയൽമിയുടെ വെബ്സൈറ്റിലാണെങ്കിലും ഫ്ലിപ്കാർട്ടിലാണെങ്കിലും കിട്ടും. സോ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഫ്ലിപ്കാർട്ടിൽ കിട്ടും. അതുപോലെ തന്നെ നല്ല ടെക് വീഡിയോസ് നിങ്ങൾക്ക് ഈ ചാനലിൽ കിട്ടും. ഓക്കെ, സോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. നെക്സ്റ്റ് ഫോണാണ് ഷവോമിയുടെ റെഡ്മി നോട്ട് 13 5G. ഓക്കെ, ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള ഒരു ചെറിയ
ചെറിയൊരു സീക്രട്ട് ഞാൻ ഇതിൻ്റെ അവസാനം പറഞ്ഞു തരാം. സോ വെയിറ്റ് ചെയ്യുക. ഓക്കെ, 120 ഹെർട്സിൻ്റെ 6.67 ഇഞ്ച് സൈസുള്ള ആംബുലറ്റ് ഡിസ്പ്ലേ, MediaTekന്റെ Dimensity 6080 ചിപ്സെറ്റ്, 108 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAhന്റെ ബാറ്ററി, 33 വാട്ടിന്റെ ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. എന്നാൽ മോണോ സ്പീക്കർ ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നോർമലി ഷവോമിയുടെ ഫോണിൽ നിന്ന്, ഷവോമിയാണ് ആക്ച്വലി ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ ഈ പ്രൈസിൽ കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പം അവരുടെ ഫോണിൽ തന്നെ മോണോ സ്പീക്കർ ആണ്. നിങ്ങൾക്കത് ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. പ്ലസ് ആംബുലറ്റ് ഡിസ്പ്ലേ ഉണ്ടായിട്ടും സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് തന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തീർച്ചയായിട്ടും. അതായത് ഓൾമോസ്റ്റ് ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. ഈ ഫോണിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ഇവിടെ വരുന്നുണ്ട്. പ്ലസ് ഫോൺ ലൈറ്റ് വെയിറ്റ് ആണ്, സ്ലിം ആണ്. കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടി ഓക്കെ ആണ്, ഹെവി ഗെയിമിങ്ങിന് വേണ്ടി റെക്കമെൻഡ് ചെയ്യൂല. ഹാപ്റ്റിക്സ് ഒക്കെ ജസ്റ്റ് ആവറേജ് ആണ്. ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും റെഡ്മിയുടെ 12 സീരീസ് ഉണ്ടല്ലോ, നോട്ട് 12, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. സീക്രട്ട് എന്താണെന്ന് വെച്ചാൽ ഇതേ ഫോൺ പോക്കോയിൽ 15,000 റുപ്പീസിൻ്റെ താഴെയും കിട്ടുന്നുണ്ട്. പോക്കോ X6 Neo ഉണ്ടല്ലോ, സെയിം ഫോണാണ്. 6GB 128GB പ്രൈസ് ആണ് 17,999 രൂപ. 8GB 256GB പ്രൈസ് ആണ് 19,999 രൂപ. ഒരു 12GB വേരിയൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, എൻ്റെ സജഷൻ ആയിരിക്കും. നിങ്ങൾക്ക് 256GB വേണമെങ്കിൽ ആ ഒരു 256GB എടുത്താൽ മതി. നെക്സ്റ്റ് ഫോണാണ് ഐക്യൂയുടെ ലോഞ്ച് ചെയ്ത iQOO Z9, 120 ഹെർട്സിൻ്റെ ആംബുലറ്റ് ഡിസ്പ്ലേ, MediaTek Dimensity 7200 ചിപ്സെറ്റ്, 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ, 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ, 5000 mAhന്റെ ബാറ്ററി, 44 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ വരുന്നുണ്ട്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് നൈസ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. ഹൈബ്രിഡ് സിം സ്ലോട്ട് ആണ് വരുന്നത്. ബെസൽസും ചിന്നൊക്കെ ആവറേജ് ആണ്. ഓക്കെ, ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല തീർച്ചയായിട്ടും. അതായത് ഐക്യൂ പറയുന്നതനുസരിച്ച് ഇതൊരു ഗെയിമിംഗ് ഫോണാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, പെർഫോമൻസ് ഫോൺ. അങ്ങനെ നോക്കുമ്പോൾ ഹെഡ്ഫോൺ ജാക്ക് കൊടുക്കേണ്ടതായിരുന്നു. ഇവിടെ ഹെഡ്ഫോൺ ജാക്ക് വരുന്നില്ല. എന്നാൽ 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 7 lakhന്റെ മേലുള്ള AnTuTu സ്കോർ തരുന്ന ഒരു ചിപ്സെറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഫോണാണ്. നമ്മുടെ ഈ ഇന്നത്തെ ലിസ്റ്റിൽ ഏറ്റവും പവർഫുൾ ചിപ്സെറ്റ് ഉള്ള ഫോൺ ഇതാണ്. ഓക്കെ, സോ പെർഫോമൻസ് ആണെങ്കിലും ഈവൻ ക്യാമറ ആണെങ്കിലും ഐക്യൂ വിവോയുടെ സബ് ബ്രാൻഡ് ആയതുകൊണ്ട് ആ ഒരു വിവോയുടെ ക്യാമറ പെർഫോമൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഫോണിൽ അൾട്രാവൈഡ് ക്യാമറ വരുന്നില്ല. ഓക്കെ, സോ മെയിൻ ക്യാമറ മാത്രമേ ഉള്ളൂ. അത് വെച്ച് ഫോട്ടോസ് എടുക്കേണ്ടി വരും. പെർഫോമൻസ് പ്ലസ് ക്യാമറ ഈ രണ്ടും നോക്കുന്നുണ്ടെങ്കിൽ ഐക്യൂ Z9 വേണമെങ്കിൽ നോക്കാം. 8GB 120GB പ്രൈസ് ആണ് 19,999 രൂപ. 12GB 256GB ഉണ്ട്, വേണമെങ്കിൽ നോക്കാം. താല്പര്യം ഉണ്ടെങ്കിൽ 21,999 ആണ് പ്രൈസ്. ഓക്കെ, ഈ ഒരു ഫോൺ ആമസോണിലാണ് കിട്ടുന്നത്. പോക്കോ X6 ആണ് നമ്മുടെ ഫൈനൽ ഫോൺ. അതായത് പോക്കോയുടെ ഫോൺ അറിയാലോ, ഏറ്റവും വാല്യൂ ഫോർ മണി ഫോൺ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്യുന്നത്. 120 ഹെർട്സിന്റെ ആംബുലറ്റ് ഡിസ്പ്ലേ, Qualcomm Snapdragon 7S Gen 2 ചിപ്സെറ്റ് ആണ് വരുന്നത്. 64 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സൽ സെൽഫി, 5100 mAhന്റെ ബാറ്ററി ഉണ്ട്, 67 വാട്ടിന്റെ ചാർജിംഗ് ആണ് വരുന്നത്. ഇവിടെയും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. നോർമലി ഷവോമി ഫോൺസിൽ ഈ പ്രൈസിൽ വരാറില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ഭയങ്കര ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്. അതായത് ഓൾമോസ്റ്റ് ബെസ്റ്റ് ഡിസ്പ്ലേ എന്നൊക്കെ പറയാൻ പറ്റും. എന്നാൽ SD കാർഡ് ഇടാനുള്ള സ്ലോട്ട് ഈ ഫോണിൽ വരുന്നില്ല. സോ SD കാർഡൊന്നും ഇടാൻ പറ്റൂല. പിന്നെ കഴിഞ്ഞ വർഷം വന്ന പോക്കോ X5 ഉണ്ടല്ലോ, അതിൽ ആ സ്നാപ്ഡ്രാഗൺ 695 ആയിരുന്നു. അതിനേക്കാളും മച്ച് ബെറ്റർ ചിപ്സെറ്റ് ഇത്തവണ പോക്കോ ഫോണിൽ ഇട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് 60 FPS ഗെയിം പ്ലേ ഒക്കെ ചെയ്യാൻ പറ്റും. എന്നാൽ ആൻഡ്രോയിഡ് 13 ആണ് വരുന്നത്. പ്ലസ് ഇഷ്ടം പോലെ ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊക്കെ ഈ ഫോണിലുണ്ട്. അതെല്ലാം ഡിലീറ്റ് ചെയ്യേണ്ടി വരും. നല്ല ബാറ്ററി ലൈഫ് തരുന്ന ഒരു ഫോണാണ്. പ്ലസ് 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ബോക്സിലുണ്ട് കേട്ടോ, ബോക്സിലുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ഏകദേശം 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. 19,999 രൂപ കിട്ടും. ഓക്കെ, ഫ്ലിപ്കാർട്ടിലാണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെയാണ് 15,000 താഴെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.